ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ സ്വർണം അല്ലേ, സ്വർണത്തിന് ഇപ്പോൾ ഭയങ്കര വിലയാണ്. ഒരു രക്ഷയുമില്ലാത്ത കാലമാണ് അല്ലേ. ഒരു സ്വർണം വാങ്ങണമെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഏകദേശം 1,00,000 രൂപയെങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു നല്ല ഒരു 1.5 പവൻ്റെ ഒരു മാല വാങ്ങണമെങ്കിൽ നമുക്ക് ജ്വല്ലറിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നേരത്തെയൊക്കെ നമുക്ക് 3,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, ഒരു പവന് 3,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു ചെറിയ സ്റ്റഡോ ചെറിയ മോതിരമോ ഒക്കെ വാങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കതൊന്നും സാധിക്കുന്നില്ല. കാരണം സ്വർണ്ണക്കടയുടെ അടുത്തേക്ക് പോലും പോകാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം 7,000, 8,000, 9,000 രൂപയോളം ആകും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ പണിക്കാശും അതിൻ്റെ GSTയും ഉൾപ്പെടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ സ്വർണ്ണ പദ്ധതി സ്കീമുകളുണ്ട്. ആ സ്കീമുകളിൽ നമ്മൾ ഒരു മെമ്പർഷിപ്പ് ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മാസം നമ്മുടെ കയ്യിൽ മിച്ചം വന്നിട്ട് ആർക്കും ഒന്നും കൂടാൻ കഴിയില്ല. ഒരു 2,000 രൂപ വെച്ച് ഇറക്കുകയാണെങ്കിൽ നമ്മളൊരു 6 മാസം കൊണ്ട് തന്നെ 12,000 രൂപയാകും. അപ്പോൾ നമുക്കൊന്ന് വാങ്ങുവാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ ഉള്ള സ്കീമിലെല്ലാം എല്ലാവരും ചേരണം. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ കടയിൽ ചെന്ന് അവിടെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഓരോന്നും എടുക്കുമ്പോൾ അത് വേണ്ട ഇത് വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം വരും. അവസാനം നമ്മൾ അവരുടെ ഇഷ്ടത്തിന് തന്നെ അവർ പറയുന്ന ആ സാധനം തന്നെ നമ്മൾ വാങ്ങും. അത് കഴിഞ്ഞ് ബില്ലെടുക്കുമ്പോഴോ കണ്ണ് തള്ളുന്ന ബില്ലായിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാവില്ല. നമ്മൾ പറയും ഞങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് തരണമെന്ന് പറയുമ്പോൾ അവർ നല്ല പണിക്കാശും GST റേറ്റ് പോലും ചില ആളുകൾ ചോദിക്കുകയില്ല. എത്ര ശതമാനമാണ് അല്ലെങ്കിൽ എത്ര ശതമാനം പണിക്കാശാണ് നിങ്ങൾ എൻ്റെ ഈ 1 ഗ്രാം സ്വർണത്തിന് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. അവർ പറയും 8,600 അതിലൊരു 200 രൂപ കൂടെ കുറച്ച് 8,500 രൂപ അല്ലെങ്കിൽ 8,700-ന് 8,500 രൂപ തന്നാൽ മതി എന്ന് പറയും. അത് കൊടുത്ത് നമ്മൾ സ്വർണം വാങ്ങി വീട്ടിൽ പോരും. അങ്ങനെയല്ല, നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോൾ 1 ഗ്രാം സ്വർണം വാങ്ങിക്കുകയാണെങ്കിൽ ആ 1 ഗ്രാം സ്വർണത്തെ ഡിവൈഡഡ് ബൈ എത്ര മില്ലി ഗ്രാം സ്വർണമാണോ ഇന്നത്തെ റേറ്റ് നമ്മളത് നമ്മുടെ മൊബൈലിൽ തന്നെ നോക്കണം. അതിനുശേഷം എത്ര പെർസെൻറ്റേജാണോ GST അതും കൂടെ നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ സ്വർണത്തിൻ്റെ വില. അങ്ങനെ നമ്മൾ ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ കണ്ണും മൂടി ജ്വല്ലറിക്കാർ പറയുന്ന സ്വർണം വാങ്ങി വീട്ടിൽ പോരരുത്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനാണ് നമ്മൾ എടുത്തത്, അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് ഒരിക്കലും കളയരുത്. അപ്പം നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ ചില സ്വർണം വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴായിരിക്കും ഇതിന് മാറ്റ് കുറവുണ്ടോ എന്ന്. അപ്പം അവർ പറയും ചെറിയ സ്റ്റഡ് ഇതായതുകൊണ്ട് മാറ്റ് കുറവുള്ളതായിരിക്കും എന്ന് പറയും. അങ്ങനെ മാറ്റ് കുറവുള്ള സ്വർണം നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു വിലയും കിട്ടുകയില്ല. അതുപോലെ തന്നെ സ്റ്റോണുള്ള ഇത് നമുക്ക് പണയം വയ്ക്കാനും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ആളുകൾ അതെല്ലാം എടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ അതുകൂടാതെ ഇപ്പോൾ സ്വർണം ധരിക്കുന്നത് തന്നെ വളരെ കുറവാണ്. എല്ലാവരും പറയും സ്വർണം എന്തിനാണ് വാങ്ങിച്ചു കൂട്ടുന്നതെന്ന്. പക്ഷേ സ്വർണം നമുക്കതൊരു അസറ്റ് തന്നെയാണ്. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഓടിക്കൊണ്ടുപോയി നമുക്ക് ബാങ്കിൽ വെച്ചാൽ പൈസ കിട്ടും. അപ്പോൾ അതുകൊണ്ട് പൈസ എത്ര വെച്ചാലും നമുക്കത് ചിലവായി പോകും. അതുകൊണ്ട് സ്വർണം എപ്പോഴും ഒരു അസറ്റാണ്, നമ്മുടെ ഒരു മൂല്യവർദ്ധിത സാധനം തന്നെയാണ്. ഇന്ന് വാങ്ങി നാളെ കൊടുത്താലും നല്ല വില കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ അതുകൂടാതെ ഗൈസ്, നമ്മൾ വീട്ടിൽ ഒരുപാട് സ്വർണം വെച്ച് നമ്മൾ കള്ളനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്ന ആ പ്രവണതയും മാറ്റണം. ഇപ്പോൾ ഒരുപാട് സ്ഥലത്തെല്ലാം ഓരോ അപകടങ്ങളും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്വർണം അനാവശ്യമായിട്ട് ഒരുപാട് വീട്ടിൽ കരുതരുത്. ലോക്കറിൽ വയ്ക്കാൻ നമുക്ക് സൗകര്യങ്ങളുണ്ടല്ലോ, അതിലെല്ലാവരും സൂക്ഷിക്കണം. പിന്നെ അതുകൂടാതെ നമ്മുടെ സ്വർണ്ണമെല്ലാം ചില ആളുകളുടെ ശരീരത്തിൽ കിടന്നാൽ വല്ലാത്ത കറുപ്പ് നിറം. അപ്പം അങ്ങനെയുള്ള സ്വർണ്ണങ്ങളെല്ലാം നമുക്ക് ഇപ്പം ഏറ്റവും നല്ലത് നാരങ്ങ പിഴിഞ്ഞ വെള്ളം അതിൽ കലക്കി നന്നായിട്ട് ബ്രഷ് കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ ഇത്തിരി ഷാമ്പൂ കൂടെ ഒഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ നല്ല കളറ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, ബൈ.
ഈ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക്